ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ലോകരാജ്യങ്ങളിൽ നടക്കുകയുണ്ടായി. ട്രംപ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് പല ആൾക്കാരും പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു കാര്യം ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും അയാളെ കാണാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പുട്ടുപോലെ ഇയാളെ പോയി കണ്ട് കൈകൊടുത്ത് ചിരിച്ച് ഇയാളൊരു വിശിഷ്ടമായിട്ടുള്ളൊരു വിഭവവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി ഒരുക്കി വച്ചിരുന്നു. അവിടെ ആ വിഭവം വേണ്ട എന്ന് പറഞ്ഞു, അതായത് അതിന് സമയമില്ല, അതുകൊണ്ട് വിനയപുരസ്സരം അത് നിരസിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചു വന്നത്. ആരായിരിക്കും ആ വ്യക്തി എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പല ആൾക്കാരുടെയും വിചാരം ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഷീ ജിങ് പിങ് എന്ന് പറയുന്ന ഭരണാധികാരി ഏകാധിപതിയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല. ചൈന എന്ന് പറയുന്ന രാജ്യത്ത് CCP, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവസാന വാക്ക്, എല്ലാത്തിൻ്റെയും അവസാന വാക്ക്. ഈ CCP എന്ന് പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവൻ ഒരാളുണ്ട്, കായ് ഷി എന്നാണ് ഇയാളുടെ പേര്. കുറച്ചുകൂടെ രസകരമായി പറയുകയാണെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അപ്പൻ ഗോവിന്ദൻ, അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാണ് അതിൻ്റെ തലതൊട്ടപ്പൻ, അല്ലെങ്കിൽ ഇപ്പോഴാരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്? അത് ഗോവിന്ദനാണ്. അതുപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ കായ് ഷി എന്ന് പറയുന്നത്. ഇയാളുടെ വാക്കാണ് അവിടെ ചൈനീസ് പ്രസിഡന്റ് പോലും മുഖവിലക്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നേതാക്കളൊന്നും വന്നു കഴിഞ്ഞാൽ ഇയാളെ മീറ്റ് ചെയ്യാറില്ല. പോരാത്തതിന് ഇയാൾക്കാണ് ചൈനയിലെ പട്ടാളത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമെന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ വ്യക്തിയെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി കണ്ട് സൗഹൃദം ഊട്ടിയുറപ്പിച്ചത്. അതായത് ഞാൻ തലയല്ലടാ തലയെടുക്കുന്നവൻ എന്നൊരു ഡയലോഗ് ലൂസിഫറിൽ മോഹൻലാൽ പറയുന്നുണ്ട്. സമാനമായ രീതിയിൽ തലയെ കാണാനല്ല യഥാർത്ഥത്തിൽ ചൈനയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വച്ചുപിടിച്ചത്, തലയെ എടുക്കുന്നവനെ കാണാനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊളോക്കിയലായിട്ട് പറയാം. ഈ SCO ഉച്ചകോടിയിൽ ഈ കായ് ഷിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടത് വലിയ അസ്വസ്ഥതയാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് പോലും കാണാൻ സാധിച്ചിട്ടില്ല, അമേരിക്കൻ പ്രസിഡന്റ് പോലും കാണാൻ പോയിട്ടില്ല. ഇങ്ങനൊരു വ്യക്തി, അതായത് നാളെ ഇപ്പോൾ ഷീ ജിങ് പിങ് അവിടെ നിന്ന് മാറിയാലും മറ്റൊരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും അയാളെ നയിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മുടെ രാജ്യത്തിനൊരു പിടി വേണം. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ നീക്കമെന്ന് പറയുന്നത്, ഒരു നയതന്ത്ര നീക്കമെന്ന് പറയുന്നത്. ആ കായ് ഷിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ടിയാൻജനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ പരസ്പര വിശ്വാസം, ബഹുമാനം, സംവേദനക്ഷമത എന്നിവയെ അടിസ്ഥാനമാക്കി ഇന്ത്യ ചൈന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ന്യൂഡൽഹി പ്രതിജ്ഞാബദ്ധമാണ്. ജിങ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.